മഴ തോരും മുൻപേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോസ്പിറ്റലിലെ ആ ദിവസം കടന്നു പോകെ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം ICUവിൽ നിന്നും ബാലചന്ദ്രനെ റൂമിലേക്ക് മാറ്റുന്നുണ്ട്. ഡോക്ടർ അലീനയോടായി പ്രത്യേകം പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മോള് നോക്കിയും കണ്ടും ചെയ്തേക്കണം. അച്ഛനിപ്പോൾ വളരെ മാറ്റം വന്നിട്ടുണ്ട്, അത് നീ വന്നതിന് ശേഷമാണെന്ന് ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ അലീന അപ്പോൾ ഡോക്ടറോട് പറയാണ്. ഡോക്ടർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന വൈജയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. വൈജയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ശിവശങ്കരൻ ഒതുക്കി തന്നെ നിർത്തിയിരിക്കുകയാണ്. ഇനി നീ എന്തെങ്കിലും പറഞ്ഞ് ബാലചന്ദ്രന് BP-യിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചാൽ ഇവിടെ നിൽക്കുന്നവരെല്ലാവരും നിന്നെ തന്നെ കുറ്റം പറയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ വൈജയെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഡോക്ടർ അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നേഴ്സ് ഏത് സമയത്തൊക്കെയാണ് മെഡിസിൻ കൊടുക്കേണ്ടതെന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ കോളിംഗ് ബെല്ലിലേക്ക് അടിച്ചേക്കണം, അത് ഡയറക്റ്റ് ബെല്ല് വരുന്നത് നഴ്സിംഗ് റൂമിലേക്കാണെന്നും ഉടനെ തന്നെ ഞങ്ങളിവിടെ എത്തിയേക്കാമെന്നൊക്കെ പറഞ്ഞ് അലീനയോട് യാത്ര പറഞ്ഞ് റൂമിൽ നിന്നും ഇറങ്ങുകയാണ് ഡോക്ടറും ഒപ്പം വന്ന നേഴ്സും. എന്നാൽ ശിവശങ്കരനോട് വൈജ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ് എങ്കിൽ അവൾക്ക് പോവാതിരിക്കാമായിരുന്നല്ലോ, ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഇവിടെ തന്നെ നിൽക്കാമായിരുന്നല്ലോ, ഇതിപ്പോൾ ആരെ ബോധിപ്പിക്കാനാണ് ഈ നാടകം നടത്തുന്നതെന്നൊക്കെ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്. നിന്നോട് 1-2 വട്ടമല്ല, ഒരുപാട് സമയമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ ഒന്ന് സമാധാനപ്പെട്, നിനക്ക് പോകുന്ന വഴിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന്. വൈജ അപ്പോൾ ശിവശങ്കരനോട് ചോദിക്കുകയാണ്, പോകുന്ന വഴിയിലോ? അതിന് ഞാനെവിടെ പോകുന്നു? നീ ഇപ്പം തൽക്കാലം എൻ്റെ കൂടെ പോരുകയാണ്, പിന്നീടുള്ള കാര്യങ്ങൾ പിന്നീട് തന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ബാലചന്ദ്രൻ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ബാലചന്ദ്രനോട് ശിവശങ്കരൻ ചോദിക്കുകയാണ്, മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഇപ്പോൾ കയറി പറ്റാൻ മാത്രം എന്താണ് ഇത്രയ്ക്ക് വിഷമം കയറിയത് എന്നൊക്കെ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശിവേട്ടനോട് മാത്രമായിട്ട് എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന്. ശിവനത് വല്ലാത്തൊരതിശയമാണ് തോന്നുന്നത്. തന്നോട് മാത്രമായിട്ട് ബാലചന്ദ്രന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഉടനെ തന്നെ ശിവേട്ടൻ മനുവിനോട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നേ മക്കളെ, അച്ഛൻ എന്താണ് അങ്കിളിന് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ട് വരാമെന്ന്. ശിവശങ്കരനോട് ബാലചന്ദ്രന് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണെന്ന് മനുവിന് അപ്പോഴേ മനസ്സിലായി. മനു പതിയെ അലീനയെ നോക്കുന്നുണ്ട്. അലീന അവനെയും തിരിച്ചു നോക്കുകയാണ്. അലീനയ്ക്കും അപ്പോഴേ കാര്യം മനസ്സിലായിരുന്നു. ശിവശങ്കരൻ നിർദ്ദേശിച്ച പ്രകാരം മനുവും അലീനയും രോഹിത്തും ബബിതയും കൃഷ്ണമോളും മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. എന്നാൽ ആ ഡോറിൻ്റെ സൈഡിൽ നിന്നും അനങ്ങാതെ അവിടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വൈജയന്തി. വൈജയന്തിയെ നോക്കിക്കൊണ്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശിവേട്ടനോട് മാത്രമാണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരാൾക്ക് മാത്രമാണോ മനസ്സിലാവാതിരിക്കുന്നതെന്ന്. അപ്പോഴായിരുന്നു ശിവൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. വൈജയെ കണ്ടപാടെ ശിവന് ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നർത്ഥത്തിൽ വൈജയെ നോക്കുകയാണ്. വൈജയോടായി ശിവശങ്കരൻ പറയുന്നുണ്ട്, നിന്നോടും കൂടിയല്ലേ വൈജയെ പറഞ്ഞത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനെന്ന്. വൈജ ആ ദേഷ്യത്തിന് പുറത്തേക്കിറങ്ങി ആ ഡോറ് വലിച്ചടയ്ക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശിവേട്ടൻ എന്നോട് ചോദിച്ചില്ലേ മനസ്സിൽ എന്താണ് ഇത്ര കട്ടി കിടക്കുന്നതെന്ന്, ഇതൊക്കെ തന്നെ എന്നെ കൊന്ന് കൊല വിളിച്ചിട്ടേ അവള് അടങ്ങത്തുള്ളൂ എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കഷ്ടം തന്നെ, ഒന്ന് പെറ്റതാണെങ്കിലും സഹിക്കാമായിരുന്നു, ഇങ്ങനെ ഇത്രയ്ക്ക് അഹങ്കാരം പിടിച്ചൊരെണ്ണത്തിനെയാണല്ലോ നിങ്ങൾ എൻ്റെ തലയിൽ കെട്ടിവെച്ചത്. എത്രത്തോളം ക്രൂരതയാണ് നിങ്ങൾ എന്നോട് കാണിച്ചതെന്ന് വല്ല ബോധമുണ്ടോ ശിവേട്ട? ഒരെണ്ണം പെറ്റത് സഹിക്കാം, ക്ഷമിക്കാം, പൊറുക്കാം, ഈ ഒരു അഹങ്കാരം ഒന്ന് കൊണ്ടുപോയി മാറ്റിക്കൊണ്ടു തരാൻ എന്തെങ്കിലും നിവർത്തിയുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് വേണമെന്നില്ല, പറഞ്ഞല്ലോ, ഞാൻ മുന്നേ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഇങ്ങനെ ഒരാളെക്കുറിച്ച് ഒട്ടും തന്നെ താല്പര്യവുമില്ല. ജീവിതത്തിലെ എൻ്റെ ഈ ജന്മത്തിൽ പ്രേമം തോന്നിയൊരു മുതലാണത്. ആരറിഞ്ഞു ഇത്രയ്ക്കൊക്കെ കടികെട്ട് പിടിച്ചൊരു സാധനമാണ് അതെന്ന്. അന്ന് ഞാൻ അറിഞ്ഞില്ല, ഇവൾക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ ഞാൻ ആ
പൊരി വെയിലത്ത് ആ മണലാരണ്യത്തിൽ കിടന്ന് ഈ കണ്ടതൊക്കെ ഉണ്ടാക്കി കൂട്ടിയതെന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ് ശിവേട്ട. സത്യം പറയാലോ, ഈ കിടക്കുന്ന കിടപ്പിൽ ഞാൻ പറയുകയാണ്, എനിക്ക് പുച്ഛമാണ് ഇപ്പോൾ എന്നോട് പോലും. സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായ 3 മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് യാതൊരു പേടിയും ടെൻഷനും ഒന്നുമില്ല. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നീക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവൾ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവൾ ഇപ്പോഴും ജോലിക്ക് പോകുന്നതും അവൾ കാര്യങ്ങൾ ചെയ്യുന്നതും കൂട്ടിയൊരുത്തിൽ വെക്കുന്നതും ഒക്കെ അവളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇന്നേ വരെ അതിൽ നിന്നും 1 രൂപ പോലും എടുത്തിട്ട് ഈ 3 മക്കൾ പഠിക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടോ അവൾ ചിലവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതാർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയത്തുമില്ല, ഞാനൊട്ട് അന്വേഷിച്ചിട്ടുമില്ല. കാരണം എനിക്കും എൻ്റെ മക്കൾക്കുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല ശിവേട്ടനോട് സംസാരിച്ച് വന്നത്. ഇവൾ പിന്നെ എന്തിനാണ് ഈ കിടന്ന് നെകളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അലീന വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടി അത് പറഞ്ഞ് സമാധാനിപ്പിച്ചു. തിരിച്ചു വന്ന് അവൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ പലതുമായിട്ട് അറിയാൻ ശ്രമിച്ചു. എന്നിട്ടും അവളെ അറിയിക്കരുതെന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെ നിന്നിട്ടും അവൾ എന്തൊക്കെയോ അറിഞ്ഞു. പക്ഷേ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവും സംഭവിക്കുന്നില്ല. ബാലചന്ദ്രൻ സംസാരിച്ചു കൊണ്ടിരിക്കും തോറും BP-യിൽ വേരിയേഷൻ സംഭവിക്കുമോ, അദ്ദേഹത്തിന് ടെൻഷൻ കൂടുമോ എന്നൊക്കെയുള്ള ഭയം കാരണം ശിവേട്ടൻ പറയുകയാണ്, ബാലചന്ദ്ര, ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞ് തീർപ്പാക്കിയിട്ടുള്ള കാര്യമല്ലേ. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ കുത്തി നോവിക്കുമ്പോൾ അതിൽ എന്താണ് നിനക്ക് സുഖം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന്. ഞാൻ നിങ്ങളെ കുത്തി നോവിച്ചു എന്നാണോ നിങ്ങൾക്ക് തോന്നിയത്? എങ്കിൽ തെറ്റി ശിവേട്ട, ഞാൻ നിങ്ങളെ ഒരിക്കലും കുത്തി നോവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളെ കുത്തുന്നതായിട്ട് തോന്നുന്നത് നിങ്ങൾ എന്നോട് അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇപ്പോൾ ശിവേട്ടനെ ഞാനിവിടെ വിളിച്ചു നിർത്തിയത് നിങ്ങളുടെ പെങ്ങളെ നന്നാക്കി കൊണ്ടു തരാൻ വേണ്ടി പറയാനൊന്നുമല്ല. അവളാ ചെയ്തു പോയ പ്രവൃത്തിയെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഒരു കാർഡിയാക് അറസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്ന എൻ്റെ റൂമിൽ നിന്നും എൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയ പോക്കാണ് അത്. അതിൽ കൂടുതൽ ആ പെണ്ണിൻ്റെ മഹിമ ഞാൻ കൂടുതലൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് പറഞ്ഞു തരാൻ? ശിവന് ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് അവിടെ നിൽക്കുക എന്നല്ലാതെ. ബാലചന്ദ്രൻ പറഞ്ഞോട്ടെ, അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർന്നോട്ടെ എന്ന് കരുതിക്കൊണ്ട് ശിവേട്ടൻ അവിടെ നിന്ന് കേൾക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അദ്ദേഹം തിരിച്ചൊന്നും പറയുന്നില്ല. കുറേ സമയം ബാലചന്ദ്രൻ എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം അദ്ദേഹം സ്വയം സമാധാനിക്കാൻ എന്ന രീതിയിൽ മിണ്ടാതെ കിടക്കുകയാണ്. കുറച്ച് സമയത്തെ ആ റൂമിലെ നിശബ്ദതയ്ക്ക് ശേഷം ബാലചന്ദ്രൻ ശിവനോടായി ചോദിക്കുന്നുണ്ട്, ശിവേട്ട, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ? എന്താണ് ബാലചന്ദ്ര? എന്താണെങ്കിലും പറഞ്ഞോ. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞങ്ങളത് നടത്തി തരിക തന്നെ ചെയ്യും. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നതാണ് എൻ്റെ ഒരു ഭയം എന്ന് പറയുമ്പോൾ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി എന്നെ സംബന്ധിച്ച് എന്തെന്നാണ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്? ഒരു മകൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലമേ ഏറെയായില്ലേ. അവനെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അംഗീകരിച്ച് നടക്കുന്ന എനിക്ക് ഇതിൽ കൂടുതൽ എന്തെന്നാണ് അംഗീകരിക്കേണ്ടതുള്ളത്? അത് ശിവേട്ട, അവൻ ചെയ്തു വെച്ച തെറ്റിൻ്റെ ഫലമല്ലേ. അതിപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾക്കാർക്കും അതിനെക്കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹരിയെക്കുറിച്ചിട്ടൊന്നുമല്ല. എന്നാൽ അതുപോലെ തന്നെ ശിവേട്ടൻ്റെ മൂത്ത മകനെ കുറിച്ചിട്ടാണ്. എൻ്റെ മകൻ മനുവിനെ കുറിച്ചിട്ടോ? മനുവിനെ കുറിച്ച് എന്ത് പറയാൻ? അയ്യോ, അവനെക്കുറിച്ച് കുറ്റമൊന്നും പറയാനല്ല. അവൻ വളരെ നല്ല പയ്യനാണ്. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് അവൻ തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അവനെപ്പോലെ ഒരു മകനെ കിട്ടിയത് നിങ്ങൾക്ക് പുണ്യം ചെയ്തതുകൊണ്ടുമാണ്. ഞാൻ പറഞ്ഞു വന്നത് അലീനയുടെയും മനുവിൻ്റെയും ഒരു വിവാഹക്കാരിയാണ്. സാധാരണ ചെക്കൻ വീട്ടിൽ നിന്നാണ് വിവാഹാലോചന വരാറ്. ഇതിപ്പോൾ അങ്ങോട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചോളൂ.
നിങ്ങൾക്കിപ്പോൾ അവളുടെ അമ്മ ആരാണെന്നും അവളുടെ അച്ഛൻ ആരാണെന്നും വളർത്തച്ഛൻ ആരാണെന്നും ഒക്കെ ഉള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതുമില്ല. എങ്കിലും പറയുകയാണ്, ഞാൻ അവളുടെ അച്ഛൻ തന്നെയാണ്. എന്നാൽ അവൾക്ക് ജന്മം നൽകിയ അച്ഛൻ മറ്റൊരാളാണ്. അയാളുമായി നിങ്ങൾ കണ്ട് സംസാരിക്കേണ്ടി വരും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. നിങ്ങൾക്ക് അലീനയെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? കുറച്ച് സമയം ശിവശങ്കരൻ മിണ്ടാതെ നിന്നതിന് ശേഷം ബാലചന്ദ്രനോട് പറയുകയാണ്, അലീനയെക്കുറിച്ചിട്ട് എനിക്ക് വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ അവളിൽ ഞാൻ ഇതുവരെ ഒരു കുറ്റവും കുറവും ഞാൻ കണ്ടിട്ടില്ല. അവൾ ആരാണെന്നറിഞ്ഞതിന് ശേഷം. അതിനു മുമ്പ് വൈജ പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആ കണ്ണ് വെച്ച് മാത്രമല്ലേ എനിക്ക് ആ കുട്ടിയെ കാണാനും കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ബാലചന്ദ്ര. ഞാൻ അവളെ കാണുന്നത് എൻ്റെ ബബിതയെയും കൃഷ്ണമോളെയും ഒക്കെ കാണുന്നത് പോലെ തന്നെയാണ്, എൻ്റെ സഹോദരിയുടെ മകളായിട്ട് തന്നെ. എനിക്കതിനേക്കാൾ ഇഷ്ടം നിങ്ങളുടെ മകളായി കാണുന്നത് എന്ന് പറയുന്നത് തന്നെയാണ്. അതിനിടയിൽ സ്റ്റാൻലി എന്നൊരു കഥാപാത്രത്തെ ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ബാലചന്ദ്ര. ബാലചന്ദ്രൻ തന്നെയാണ് അങ്ങനെ ഒരാളെ അന്വേഷിച്ച് അവളെ കൊണ്ടുപോയി ഏൽപ്പിച്ചത്. എനിക്ക് അത് ചെയ്യാനല്ലാതെ മറ്റൊരു നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കൊരിക്കലും അവളെ കൊണ്ടുപോയി ആക്കണമെന്നൊന്നുമില്ലായിരുന്നു. അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൾ മറ്റൊരു സുരക്ഷിതമായ കൈകളിൽ എത്തണമെന്നുള്ള വാശി അതെനിക്ക് 100% ഉണ്ടായിരുന്നു. ആ 100% നീതി പുലർത്തിക്കൊണ്ട് മാത്രമേ ഞാൻ ആ തീരുമാനം പൂർത്തീകരിക്കൂ എന്നതും എനിക്ക് വാശിയായിരുന്നു. അതിന് ഇനി ആരും എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ശിവേട്ടനൊന്നും പറഞ്ഞില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു ബാലചന്ദ്രൻ. അപ്പോൾ വീണ്ടും ശിവൻ പറയുകയാണ്, ഇതിനെക്കുറിച്ചിപ്പോൾ ഞാൻ എന്ത് പറയാനാണ് ബാലചന്ദ്ര? ഞാൻ മുമ്പും ബാലചന്ദ്രനോടത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരിക്കൽ അലീനയോട് ഞങ്ങളെല്ലാവരും ചെയ്തു പോയ ദ്രോഹത്തിന് ഒരു പ്രായശ്ചിത്തമായിട്ട് മനു അവളെ വിവാഹം കഴിക്കുമ്പോൾ അതൊരു പ്രായശ്ചിത്തം തന്നെയാവുകയാണെങ്കിൽ അതങ്ങനെയാണ് എന്ന് വിശ്വസിക്കാനും സമാധാനിപ്പിക്കാനും തന്നെയാണ് എനിക്കിഷ്ടം. എങ്കിലും ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ ബാലചന്ദ്ര. ബാലചന്ദ്രന് അറിയാവുന്ന കേസ് തന്നെയാണ്. എങ്കിലും ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് പറയാണ്. അലീനയെ മനു കൂട്ടിക്കൊണ്ട് വരുന്നത് വൈജയേക്കാളും ക്രൂരമായ മറ്റൊരാളുടെ കൈകളിലേക്കാണ്. അത് ബാലചന്ദ്രൻ ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം. ഞാനിപ്പോൾ പറഞ്ഞത് എനിക്ക് ഈ വിവാഹാലോചനയിൽ താല്പര്യമില്ല എന്നല്ല, അങ്ങനെ ഒരാളോട് കൂടി ഒന്ന് ആലോചിക്കണമെന്ന് മാത്രം. കാരണം എത്ര ക്രൂരയായാലും അവൻ്റെ അമ്മയാണ്. എനിക്ക് മനസ്സമാധാനം തരുന്നതില്ല എന്നൊഴിച്ചാൽ വേറൊരു തെറ്റും അവൾ എന്നോട് ഇതുവരെ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല താനും. അങ്ങനെ നോക്കുമ്പോൾ അവളുടെ വാക്കിന് ഞാൻ ഒരല്പമെങ്കിലും വിലയെടുക്കണമല്ലോ ബാലചന്ദ്ര. അവളോട് ഞാൻ ഈ കാര്യം സംസാരിക്കുമ്പോൾ ബാലചന്ദ്രന് ഉറപ്പാണ് ഒരു കാര്യം, കമല ഈ വിവാഹത്തിനെ എതിർക്കുമെന്നുള്ളത്. പിന്നെ ഇതിൽ തന്നെ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, കമല എതിർത്താലും മനു അലീനയെ വിവാഹം കഴിക്കൂ എന്ന് അവർ തമ്മിലൊരു തീരുമാനമുണ്ടാക്കിയാൽ വേറെ ആരെതിർത്തിട്ടും, അതൊരു പക്ഷേ ഈ നിൽക്കുന്ന ഞാനായാലും ഇവിടെ കിടക്കുന്ന ബാലചന്ദ്രനായാലും എതിർത്തിട്ടൊരു കാര്യവുമില്ല. അവർ പ്രായപൂർത്തിയായി വിവാഹപ്രായമെത്തിയ കുട്ടികളാണ്. അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം ഭരണഘടനയിലുണ്ട് താനും. അപ്പോൾ പിന്നെ നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. എങ്കിലും ഞാനൊന്ന് കമലയുമായി സംസാരിക്കാം ബാലചന്ദ്ര. അല്ല ശിവേട്ട, ഇപ്പോൾ കമല ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ ശിവേട്ടൻ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? എന്നോട് വന്നിട്ട് നോ എന്ന് പറയാൻ തന്നെയാണോ? അതെന്തായാലും ഇല്ല, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു എന്ന് മാത്രം. കമലയുടെ അഭിപ്രായം ഒന്ന് അറിയാൻ വേണ്ടി. അല്ലാതെ ഇതിൽ നിന്നും ഒഴിവാവാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. മുൻപും മനു ഇത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, അവൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവളെ മാത്രമായിരിക്കുമെന്ന്. ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൻ വിവാഹം കഴിക്കുന്ന സമയത്ത് അലീനയെ മാത്രമേ അവൻ വിവാഹം കഴിക്കുള്ളൂ എന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത്
അവരുടെ വിവാഹം എപ്പോൾ നടക്കുന്നോ അപ്പോൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ശിവൻ ചോദിക്കുകയാണ്, ബാലചന്ദ്രന് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ എന്താണ്? അതൊക്കെ ഞാൻ പിന്നെ പറയാം ശിവേട്ട. പക്ഷേ ശിവേട്ടൻ അറിയേണ്ട മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കുറച്ച് മുമ്പ് ഞാൻ ശിവേട്ടനോട് പറഞ്ഞു, സാധാരണ വിവാഹാലോചനകൾ നടക്കുന്നത് ചെക്കൻ വീട്ടിൽ നിന്നും പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്ന് വിവാഹാലോചന ചോദിക്കുമ്പോഴാണ്. ഇവിടെ ഞാൻ നേരെ മറിച്ച് ചെയ്തുവെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ശിവേട്ടൻ കമലയുമായി സംസാരിച്ചിട്ട് കമല നോ പറഞ്ഞാലും യെസ് പറഞ്ഞാലും ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ശിവേട്ടൻ എന്നോട് പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ ശിവേട്ടൻ ഈ കാര്യം പിന്നീട് സംസാരിക്കേണ്ടത് എന്നോടായിരിക്കില്ല. ശിവേട്ടൻ എന്താണ് ബാലചന്ദ്രൻ ഈ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവാതെ ബാലചന്ദ്രനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുകയാണ്, സ്റ്റാൻലിയുമായിട്ടായിരിക്കുമെന്ന്. ഇത് കേൾക്കുന്ന ശിവേട്ടൻ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, ബാലചന്ദ്രൻ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? ബാലചന്ദ്രൻ ഇപ്പോൾ തൽക്കാലം റെസ്റ്റ് ചെയ്യും, നമുക്കിതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. ഈ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തന്നെ വേണോ ഇങ്ങനെയുള്ള സംസാരങ്ങൾ? ഉടനെ തന്നെ ശിവേട്ടൻ റൂട്ട് തിരിച്ചു വിടുന്ന പോലെ ആയിപ്പോയി സംസാരം. ബാലചന്ദ്രനുണ്ടോ വിടുന്നത്? ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ശിവേട്ടനെ അറിയാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നതും ശിവേട്ടൻ എനിക്ക് തരുന്ന മറുപടിയും. എനിക്ക് ഇപ്പോൾ ഈ കിടക്കുന്ന അവസ്ഥയ്ക്കുമുള്ള ഒരു മെഡിസിനാണത്. അതുകൊണ്ട് ആലോചിച്ച് വേണം ശിവേട്ടൻ എന്നോട് മറുപടി പറയാൻ. എന്തൊക്കെ സംഭവിച്ചാലും ശിവേട്ടൻ സ്റ്റാൻലിയുമായി ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അല്ലെങ്കിലും അവർ തമ്മിൽ വിവാഹം നടക്കും. പക്ഷേ അത് അലീനയ്ക്ക് വല്ലാത്ത വിഷമമുണ്ടാക്കും. പിന്നെ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അവർ തമ്മിൽ അങ്ങ് തീരുമാനമെടുത്താൽ നടക്കുന്നൊരു വിവാഹം മാത്രമാവരുതത്. കുറച്ച് മുമ്പ് ശിവേട്ടൻ പറഞ്ഞു നിർത്തിയ മറ്റൊരു വാക്കും കൂടി ഞാൻ കടമെടുക്കട്ടെ. ഒരു പ്രായശ്ചിത്തം, അത് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ശിവേട്ടൻ എന്തായാലും സ്റ്റാൻലിയെ പോയി കണ്ട് സംസാരിക്കണം. ബാലചന്ദ്രനോടായി ശിവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ സമ്മതിക്കാം. ബാലചന്ദ്രൻ എന്നോട് പറയുകയാണ്, കമലയോടൊന്നും ആലോചിക്കണ്ട, നമ്മൾക്ക് ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. അതിനും ഞാൻ സമ്മതിക്കാം. പക്ഷേ ഈ സ്റ്റാൻലി ജോസഫുമായിട്ട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ബാലചന്ദ്രൻ അറിയാത്ത ഒരുപാട് കഥകളുണ്ട് അതിന് പിന്നിൽ. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ അറിയുന്നത് കൊണ്ടൊന്നും എനിക്ക് പ്രശ്നമുണ്ടായിട്ടല്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ബാലചന്ദ്രനോട് ആ കഥകളൊക്കെ പറയാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നിങ്ങൾ പറയാൻ പോകുന്ന കഥകളൊക്കെ ഏറെക്കുറെ എനിക്കറിയാം. ഇനിയിപ്പോൾ ഞാൻ അറിയാത്തതായിട്ടുള്ള ഇനിയും കഥകളുണ്ടോയെന്ന് എനിക്കറിയില്ല. ശിവേട്ടൻ പറഞ്ഞു വന്നത് പണ്ട് സ്റ്റാൻലിയെ കൊല്ലാൻ നോക്കിയ കഥയാണോ? സ്റ്റാൻലിയെയും സ്റ്റാൻലിയുടെ കസിനായ ജോസഫിനെയും വണ്ടിയിടിച്ച് തെറിപ്പിച്ച് വിട്ട് ജോസഫ് സ്പോട്ടിൽ തന്നെ മരിച്ച കഥ? സ്റ്റാൻലി ജോസഫ് ഒരുപാട് കാലത്തോളം ആ കോമ സ്റ്റേജിൽ കിടന്ന കഥ? ഇതൊക്കെയാണോ ശിവേട്ടൻ എന്നോട് പറയാൻ വന്നതെന്ന്? ശിവൻ ആകെപ്പാടെ പതറി തന്നെ നിൽക്കുകയാണ്. ഇതൊക്കെ ബാലചന്ദ്രൻ കണ്ടുപിടിച്ചിട്ടാണ് ഈ കിടക്കുന്നത്, തന്നോടിതൊക്കെ സംസാരിക്കുന്നതല്ലോ എന്ന് ശിവൻ തൻ്റെ ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്കാർക്കും മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. ബാലചന്ദ്രൻ അറിയാമല്ലോ, അച്ഛൻ ഒരിക്കലും വൈജയെയും സ്റ്റാൻലിയെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല. അന്നത്തെ കാരണന്മാരുടെ ഓരോരോ ചിന്തകൾക്ക് നമുക്ക് കൂട്ടുനിൽക്കാതെയും മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നുമില്ല. സ്റ്റാൻലിയെ കൊല്ലണമെന്ന അച്ഛൻ്റെ തീരുമാനത്തിന് ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാതെ മറ്റൊരു നിവൃത്തിയില്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വാടക ഗുണ്ടയെ ഏർപ്പാട് ചെയ്തു. അതൊരു ആക്സിഡൻ്റ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ബാലചന്ദ്രന് മറ്റൊരു സത്യം കൂടി അറിയോ? ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കഥകൾ പിന്നീടായാലും അദ്ദേഹത്തിൻ്റെ അപ്പച്ചനായ കൊട്ടാരമറ്റത്തിൽ ഔതുക്കുട്ടിക്കും അറിയാവുന്നത് തന്നെയാണ്.
ഞങ്ങളാരും ഇതൊക്കെ അറിയാണ്ട് നടക്കുന്നതല്ല. എല്ലാവർക്കും പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാം. അവർ ഞങ്ങളെ തേടി ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് തോന്നിക്കാണും ഞങ്ങൾ ചെയ്തത് ന്യായമായ ഒരു കാര്യം തന്നെയാണെന്ന്. ഞങ്ങളുടെ പെങ്ങളെ പറഞ്ഞു പറ്റിച്ച് വളച്ചെടുത്തു. അവിടെ വെച്ച് അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെയും നൽകി. അയാൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ കഴിഞ്ഞ വൈജയെ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുപോകുന്ന കഥകളൊക്കെ ബാലചന്ദ്രനെ അറിയാവുന്നത് തന്നെയാണല്ലോ. ഇനിയിപ്പോൾ എന്തായാലും അറിയുന്ന കഥകളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നില്ല ബാലചന്ദ്ര. ഇങ്ങനെയുള്ള കഥകളൊക്കെ നടന്ന ഞാൻ എങ്ങനെയാണ് ചെന്ന് സ്റ്റാൻലി ജോസഫിനോട് തൻ്റെ മകളെ എൻ്റെ മകന് വേണ്ടി വിവാഹം കഴിച്ച് തരണമെന്ന് പറയുന്നത്? നടക്കില്ല ബാലചന്ദ്ര, ഒരിക്കലും നടക്കില്ല. എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല. അയാളുടെ സമ്മതം ഇല്ലെങ്കിൽ തന്നെ എന്ത് കാര്യത്തിനാണ്? അയാൾ 6 മാസം അവളെ നോക്കി എന്നതിനോ അതോ അവൾക്ക് ജന്മം നൽകി എന്നതിനോ? ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അതെ, 6 മാസം അവളെ സംരക്ഷിച്ചു എന്നതിനല്ല ശിവേട്ട, അവൾക്ക് ജന്മം നൽകി എന്നതിന്. പിന്നെ അദ്ദേഹം അലീനയോട് പറയുകയും ചെയ്തു, മനു അവിടെ ചെന്ന് സംസാരിച്ച സമയത്ത്, എനിക്ക് മനുവിനോട് യാതൊരു ദേഷ്യവുമില്ല. കൊല്ലപ്പള്ളിക്കാരനായ അവനെ എൻ്റെ മകൾക്ക് വേണ്ട എന്ന്. അത് നമുക്ക് തിരുത്തണ്ടേ? ഇത് കേട്ട ശിവേട്ടൻ ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്തെന്നാണ് ബാലചന്ദ്രൻ തിരുത്തുന്നത്? അവൻ കൊല്ലപ്പള്ളിക്കാരനല്ല എന്നുള്ളതോ? അതെങ്ങനെയാണ് നമുക്ക് തിരുത്താൻ കഴിയുന്നത്? അവൻ കൊല്ലപ്പള്ളിയിൽ ശിവശങ്കരമേനോൻ്റെ മൂത്ത മകനാണ്. അതൊരിക്കലും ആർക്കും തിരുത്താൻ പറ്റുന്ന കാര്യമല്ല. ഞാനതല്ല തിരുത്തണമെന്ന് പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഒരാളല്ല മനു എന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് തന്നെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കലെ ഒരു നേഴ്സ് അകത്തേക്ക് കടന്നു വരികയാണ്. നേഴ്സ് ചോദിക്കുന്നുണ്ട്, അയ്യോ, ഇത് കുറേ സമയമായില്ലേ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്? അവരൊക്കെ പുറത്ത് നിൽക്കുന്നതും താങ്കൾ മാത്രം അകത്തുണ്ടെന്നുള്ളതും എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വന്നത്. ഇത് നടക്കില്ല കേട്ടോ. റൂമിലേക്ക് മാറ്റി എന്ന് കരുതി ഇദ്ദേഹത്തെ കൊണ്ട് ഇത്രയൊന്നും സംസാരിപ്പിക്കാനൊന്നും പാടില്ല. അതിനൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട്. എത്ര പെട്ടെന്നാണ് അദ്ദേഹം റിക്കവറായി വന്നത്. ഇനിയും ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചിരിക്കണമെങ്കിൽ നിങ്ങളൊരൽപ്പം സഹകരിച്ചേ പറ്റൂ എന്ന് ശിവശങ്കരനോട് കേണുകൊണ്ട് തന്നെ നേഴ്സ് പറയുകയാണ്. ശിവശങ്കരനാണെങ്കിൽ നേഴ്സ് വന്നത് പറഞ്ഞത് വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം അദ്ദേഹത്തിന് ഒട്ടും ദഹിക്കാത്ത രീതിയിലുള്ള സംസാരമായിരുന്നല്ലോ ബാലചന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ബാലചന്ദ്രൻ്റെ കൈകളിൽ കയറി ശിവശങ്കരൻ പിടിച്ച് തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം ബാലചന്ദ്രൻ സമാധാനമായിട്ട് ഉറങ്ങ്, നമ്മൾക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന്. ബാലചന്ദ്രൻ ആകെ ദേഷ്യം വരുന്നുണ്ട്. ബാലചന്ദ്രൻ ആ കൈകൾ മാറ്റി തിരിച്ച് ശിവേട്ടൻ്റെ കൈകളിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, ശിവേട്ട, എനിക്കിത് സംസാരിച്ച് തീർപ്പാക്കിയാൽ മാത്രമേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന്. ശിവൻ ആകെ പെട്ടൊരവസ്ഥയിലായി. ശിവൻ ബാലചന്ദ്രനോടായി പറയുകയാണ്, എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാം, ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ, ഒന്നും വരില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ, ബാലചന്ദ്രൻ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളെല്ലാം നടത്തിത്തരാം. ബാലചന്ദ്രൻ ഒന്ന് സമാധാനമായിട്ട് കിടക്ക്. ഞാൻ അവരോടൊക്കെ കൂടി ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾക്കെല്ലാവർക്കും കൂടി സന്തോഷത്തോടു കൂടി തന്നെ ഇരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ മാക്സിമം അവിടെ നിന്ന് ഒഴിവായി മാറുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വരുന്ന ശിവൻ മനുവിനോട് പറയുന്നുണ്ട്, മനു, അത്യാവശ്യമായിട്ട് നിന്നോട് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കാനുണ്ട്. നീ എന്നോടൊപ്പം ഒന്ന് പുറത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് മനുവിനെയും കൂട്ടി ശിവശങ്കരൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ശിവശങ്കരൻ വന്ന് വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അലീനയും രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ എന്താണാവോ എന്നൊരു പേടിയോടുകൂടി അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുതേ. ശുഭരാത്രി.